നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പയറാണോ ആവശ്യം അതനുസരിച്ച് എടുക്കുക. എനിക്കിപ്പോൾ 3/4 കപ്പ് മതി, അതുകൊണ്ട് ഞാൻ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഈ വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് ക്യാരറ്റ് വേണം നമുക്ക് മുറിച്ച് കഴിയുമ്പോൾ. പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളക് പൊടിയും കൂടി ചേർക്കും, അതുകൊണ്ട് 3 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം ചേർക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ പച്ചമുളക് എടുക്കുക. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. ഇങ്ങനെയുള്ള കറികളിലൊന്നും നമ്മൾ വെളുത്തുള്ളി ചേർക്കാറില്ല. പിന്നെ പുളി വേണം എന്നുള്ളവർക്ക് തക്കാളി ചേർക്കാം, ഒരു ചെറിയ തക്കാളി ചേർക്കാം. ഞാൻ ഈ ഒരു കറിയിൽ തക്കാളിയും ചേർക്കാറില്ല, അതുകൊണ്ടാണ് അത് രണ്ടും ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയറൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചെറുപയറിലേക്ക് ഉപ്പ് മാത്രം ചേർത്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പയറിൻ്റെ കുക്കിംഗ് ടൈം എത്ര വിസിലാണോ, നന്നായിട്ട് പയർ കുഴഞ്ഞ് കുക്കായി വരണം. അപ്പോൾ ഞാനിതൊരു 3 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പയർ ഒറ്റ വിസിലിൽ കുക്കാവുന്നുണ്ടെങ്കിൽ ആ ഒറ്റ വിസിൽ കുക്ക് ചെയ്തെടുക്കുക. 3ഓ 4ഓ വിസിലാണ് കുക്ക് ചെയ്ത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. അല്പം വെള്ളവും ഉപ്പും മാത്രം ചേർത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പയർ ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്യാതെ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ഒന്ന് വഴറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ തിക്കായിട്ട് കട്ട് ചെയ്യണ്ട. ഞാനിപ്പോൾ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ്. അതിന് ശേഷം ഒന്ന് കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് തിക്കാവരുത്. ക്യാരറ്റ് വഴറ്റിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അതുപോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, തിരിച്ച് കുറുകയും കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്യണം, സവോളയും വലുതായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിച്ചിട്ടുണ്ട്. നമ്മുടെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്തു. അതിനുശേഷം ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റ് ഞാൻ കാണിച്ചു തന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പയറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് പയറും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. സവോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മതി കേട്ടോ. സവോളയ്ക്കും ക്യാരറ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. ഇതിലേക്ക് നിങ്ങൾ വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം 2 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടോ ചോപ്പ് ചെയ്തിട്ടോ ചേർക്കുക. അതിനുശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുക. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കാത്തതുകൊണ്ട് നമ്മുടെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ സവോളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ പയറിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, എങ്കിലും സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്താലേ കുക്കായി കിട്ടുള്ളൂ. നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് ഉപ്പ് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സവോള ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം ചേർക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റിയെടുക്കണ്ട. നമുക്കിതിലേക്ക് ക്യാരറ്റും കൂടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കറി നമ്മുടെ പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ക്യാരറ്റ് പുട്ടുണ്ടാക്കിയില്ലേ, ഗോതമ്പ് പൊടിയും ക്യാരറ്റും മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കിയില്ലേ, ആ ക്യാരറ്റ് പുട്ടിൻ്റെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെയാണ്, ചെറുപയറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറുപയറിലോ അല്ലെങ്കിൽ വൻപയറിലോ പരിപ്പിലോ ഒക്കെ വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി ക്യാരറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം, എങ്കിലേ നന്നായി കുക്കായി കിട്ടുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴന്ന് ക്യാരറ്റൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ
1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഇത് ഒരുപാട് എരിവുള്ളൊരു കറിയല്ല, ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ പൊടികളൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് പൊടികളൊന്ന് കുക്കായി കഴിയുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചില ആളുകൾക്ക് പുളിയുള്ള കറി തന്നെ വേണമെന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ടെങ്കിലെന്ന് എടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം റെഡിയാക്കി വെക്കണം കേട്ടോ. ഈ ഒരു കറിയിലേക്ക് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാൾ ചൂടുവെള്ളം ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ ഈ ഒരു കറി നമുക്ക് വറവിട്ട് കൊടുക്കാം, വറവിടാതെ എടുക്കാം. വറവിട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. വറവിടാതെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ. കൂടുതൽ എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ വറവിടാതെ ഉപയോഗിക്കാം. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയർ നന്നായിട്ട് കുഴഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. പയറിൽ വെള്ളം കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് ഗ്രേവി കുറവായിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. പുട്ടിനൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളൊരു കറിയാണ് നല്ലത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അധികം ഗ്രേവി ഇല്ലാത്ത കറിയായിരിക്കും നല്ലത്. എല്ലാം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് 1 2 സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങയൊക്കെ അരച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കറിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എളുപ്പത്തിൽ കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയൊന്നും അരച്ചൊഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വറവിടുന്ന കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വറവിടണ്ട എന്നുണ്ടെങ്കിൽ ഈ കറിയൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക. ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ചെയ്യാം. ഞാനപ്പോൾ വറവിട്ടിട്ടാണ് എടുക്കുന്നത്. ചെറുപയർ നന്നായിട്ട് കുഴഞ്ഞ് വെന്തതുകൊണ്ട് തന്നെ നന്നായിട്ട് തിക്കായിട്ടുള്ള ഗ്രേവി ആയി വന്നോളും. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. ഞാൻ ഇതിലേക്ക് വറവ് ചേർക്കാൻ പോവുകയാണ്. കറി തിളച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വറവ് ചേർക്കാനായിട്ട് നമുക്ക് വേറെ പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ എല്ലാ കറികൾക്കും വറവ് ചേർക്കുന്ന പോലെ തന്നെ വറവ് ചേർക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ക്യാരറ്റും ചെറുപയറും ചേർത്ത് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ക്യാരറ്റിൻ്റെ ആ ഒരു ചെറിയൊരു മധുരവും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ, അതുപോലെ തന്നെ ഏതിൻ്റെ കൂടെയാണ് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയത്. ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയാണ് നല്ല കോമ്പിനേഷനായിട്ട് തോന്നിയത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായോ എന്നൊക്കെ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകൊക്കെ മതി. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മുടെ കറിയിലേക്ക്. അല്ലെങ്കിൽ വല്ലാതെ കുറുകി പോകും നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയമാകുമ്പോൾ. അതനുസരിച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചെറുപയർ കറി നമുക്ക് കഴിക്കാം. പിന്നെ എരിവ് കൂടി പോവുകയാണെങ്കിൽ ചെയ്യാനുള്ളൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊന്ന് ബാലൻസ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. നമുക്കിതൊന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്തിട്ടൊന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ ഇളക്കണ്ട. ആ വറവിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരട്ടെ. അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് കണ്ടോ, ചെറുപയറിൻ്റെ ആ ഒരു പച്ചക്കളറും
ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും എല്ലാം ചേർന്ന് നല്ല ഭംഗിയുള്ള കറി ആയിക്കഴിഞ്ഞു. ആർക്കും കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.